ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ മോർണിംഗ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റത്. ഞാൻ എണീറ്റു കേട്ടോ. എണീറ്റ് ഈ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെയും കുറച്ച് നേരം പോയി കിടന്നതാണ്. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്കൻഡ്സ്, എന്നാലല്ലേ ഈ ക്ലിപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ ചെന്നിരുന്ന് കുക്കുനെയും തോണ്ടുന്നുണ്ടായിരുന്നു കേട്ടോ, എണീക്കടാന്നും പറഞ്ഞിട്ട്. താഴെ നിലുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അതിനൊരു ഫോൺ കോൾ വന്നിട്ട് പെട്ടെന്ന് പോയി. മിക്കവാറും അതിനായിരിക്കും നിലു അവിടെ കരയുന്നത്, കൂടെ പോകണമെന്നും പറഞ്ഞിട്ട്. സിസിജിന്ന്, നമ്മുടെ കയാക്കിംഗ് സെൻറ്ററിൽ നിന്നായിരുന്നു കോള്. അങ്ങനെ അങ്ങ് പോയി പെട്ടെന്ന്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ താഴെ എണീറ്റ് പോയാലും കുക്കു ഇവിടെ ഒറ്റയ്ക്ക് കിടക്കത്തില്ല. അങ്ങനെ ഞാനിപ്പോൾ പോവും, എണീക്കടാ എന്നൊക്കെ പറഞ്ഞ് എണീപ്പിച്ചു. അങ്ങനെ എണീപ്പിച്ചതിൻ്റെ കോലങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഇനി ഞാൻ പൊക്കി താഴെ കൊണ്ടുപോകണം. പിന്നെ താഴെ വന്ന് ഞാനും കുക്കും ബ്രഷ് ചെയ്യാനായിട്ട് നിന്നപ്പോഴത്തേക്ക് നിലുവിനും ബ്രഷ് ചെയ്യണം. പുതിയൊരു ബ്രഷ് മേടിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള പല്ല് തേപ്പൊന്നും നടക്കുന്നില്ല. വാ നിറച്ചും പല്ലായി കേട്ടോ. ഇനി ഒരു 4 കൂടെ മറ്റോ വന്നാൽ മതി നിറയാനായിട്ട്. ഇന്നലെ സന്ധ്യയ്ക്ക് അങ്ങ് പുലിച്ചിറയിൽ പോയതുകൊണ്ടേ ലില്ലിയമ്മച്ചി അടുത്ത് പറയാൻ മറന്നുപോയി ഇറച്ചി മേടിക്കണമെന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിക്കൻ മേടിച്ചുകൊണ്ട് അമ്മച്ചി വിചാരിച്ചു ഇപ്രാവശ്യവും ചിക്കൻ വല്ലതും മേടിക്കും, അതാണ് ഞാൻ പറയാറുന്നതെന്ന്. കണ്ണമ്മോൻ പോയി ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞു. സെറമോളുടെ അപ്പൂപ്പനും പോയി ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നു. ഗേറ്റ് തുറന്നാൽ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, സ്കൈയും കടലും എല്ലാം. കടലിനി വലിയ തിരിയൊന്നും ഇല്ലാതെ ക്രിസ്മസ് വരെ ഇങ്ങനെ നിൽക്കും. ഇന്നലെ നമ്മുടെ വീട്ടിൻ്റെ സൈഡിൽ കെട്ടിയിരുന്ന പശുമ്പയാണ് ഇപ്പോൾ ഇവിടെ കെട്ടിയേക്കുന്നത്. വൈദപോയി ഞങ്ങൾ ഈ പോകുന്നത് ഇറച്ചി മേടിക്കാൻ ഇനി ആരും ഇല്ലാത്തതുകൊണ്ട് പോർക്ക് മേടിക്കാനാണ്. പോർക്ക് വീട്ടിൻ്റെ അടുത്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ഗേറ്റ് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ആ തെങ്ങ് കഴിഞ്ഞ് പിന്നീട് കാണുന്ന മരത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ ഈ പോർക്കിനെ വെട്ടുന്ന കട. നിലു ചെരുപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ എടുത്തുകൊണ്ട് ഇറങ്ങിയതുകൊണ്ട് ചെരുപ്പിട്ടില്ല. ഇവിടെ വന്ന് ഗേറ്റിൽ ചാരി നിൽക്കുമായിരുന്നു. ഈ ചെറിയ ആടിനെ അവൻ കണ്ടില്ല. കണ്ടപ്പോഴത്തേക്കൊന്ന് പേടിച്ച് പുറകിലോട്ട് മാറി നിന്നു. ഇതിപ്പോൾ എൻ്റെ വീഡിയോസ് എടുക്കാനായിട്ട് കുക്കു സാറിനെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഇതിന് ചെറിയൊരു ഷേക്കൊക്കെ ഉണ്ട്. ഗൂഗിൾ ഫോട്ടോസിലിട്ട് ഷേക്ക് മാറ്റാം, പക്ഷേ എനിക്ക് അത്ര ഒരു കുഞ്ഞു ക്ലിപ്പല്ലേ, അതിത്തിരി ഷേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ രണ്ടുപേരും കൂടെ ആടിനെയും ആടിൻ്റെ കുഞ്ഞിനെയൊക്കെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതാട്ടോ. ഇത് മറ്റേ പശുമ്പനെയാണ് നിലു അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അടുത്തടുത്തായിട്ടാണ്, നിങ്ങൾക്കിപ്പോൾ ഊഹിക്കാമല്ലോ. കുരിശടിയുടെ ഒരു ഇത്തിരി മുമ്പിലായിട്ടാണ് പശുവിനെ കെട്ടിയേക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഇന്ന് 250 രൂപയ്ക്ക് പോർക്ക് മേടിച്ചു. അര കിലോ ഉണ്ടാവണം. എന്തായാലും 1 കിലോ ഇല്ല, ഞാൻ പറഞ്ഞു 250 രൂപയ്ക്ക് തരാൻ. അത് അര കിലോ കൂടുതൽ ഇത്തിരി ഉണ്ടാവും തോന്നുന്നു. നമ്മുടെ വീട് ദേണ്ടി നിൽക്കുന്നു. ആലൻ കുക്കുവിനെയും തിരക്കി പോവുക കളിക്കാനായിട്ട്. ഇത് വേറൊരു അലനാണ് കേട്ടോ, കുക്കുവിൻ്റെ കൂട്ടുകാരൻ അലൻ. സേറമോളും എത്തിയിട്ടുണ്ട്. അമ്മയും സേറമോളും ഞങ്ങളെ കാത്തുകൊണ്ടിരിക്കുക. അമ്മ രാവിലെ അപ്പമൊക്കെ ചുട്ട് വെച്ചിരുന്നു കേട്ടോ. ആലനായിട്ട് ചമ്മന്തി വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പത്തിന്. ആലൻ കറിയില്ലാതെ കഴിക്കത്തില്ലല്ലോ. ഞങ്ങൾക്ക് പിന്നെ പഞ്ചസാരയൊക്കെ മതിയല്ലോ. അങ്ങനെ പോർക്ക് കൊണ്ട് വെച്ചിട്ട് ഞാൻ കെറ്റിലിൽ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും പിന്നെ കാപ്പിക്കുമുള്ള വെള്ളം വെക്കുക. കാപ്പി ഇല്ലെങ്കിൽ ഇനി പിന്നെ തലവേദന ടപ്പേന്നിങ്ങ് വരും. എൻ്റെ ഞായറാഴ്ച മുഴുവൻ കുളമാവും. കെറ്റിലിൽ വെള്ളമൊക്കെ വെച്ചിട്ട് പോർക്കൊന്ന് കഴുകി വറുക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു. വറുക്കാനല്ല, വാർക്കാൻ. അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇഷ്ടം പോലെ പോകും കേട്ടോ. അപ്പം വെള്ളം വറ്റിയിരിക്കുന്നതാണ് നമുക്ക് വിന്താലു വെക്കാനായിട്ട് നല്ലത്. ഞാൻ ഇന്ന് പോർക്ക് വിന്താലുമാണ് വെക്കാൻ പോകുന്നത്. പോർക്ക് വിന്താലു വെക്കുന്നത് കൊണ്ട് തന്നെ ലഞ്ചിന് പുട്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറും വെജിറ്റബിളും പപ്പടവും പിന്നെ അതിന് ഒഴിക്കാൻ രസമോ മോരോ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് എനിക്ക് നല്ല മടി. പ്ലസ് എനിക്ക് നല്ല അരിപ്പുട്ടും ചൂടരിപ്പുട്ടും വിന്താലുമായിട്ട് കഴിക്കാനും തോന്നുന്നുണ്ട്. അടുക്കളയൊന്ന് ആദ്യമേ ക്ലിയർ ഔട്ട് ചെയ്താലേ എനിക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അമ്മ ചെയ്ത് വെച്ചിരുന്ന ചമ്മന്തി ആ വലിയ ചീനച്ചട്ടിയിൽ നിന്ന് ഞാൻ ചെറിയൊരു ഡബ്ബയിലാക്കി മാറ്റി വെച്ചു. ഇവിടെ നിലു മാർക്കർ കൊണ്ട് വരച്ചത് തിന്നർ വെച്ച് ക്ലീൻ ചെയ്ത് തരാം എന്ന് ഒരാൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ നടന്നില്ല. അതും നടന്നിട്ടില്ല. ഈ കെറ്റിൽ ഇത്തിരി ഇളകിയിരിക്കുക, അത് ഒട്ടിക്കാൻ പറഞ്ഞിട്ട് അതും നടന്നിട്ടില്ല. ഇനി ഞാൻ കെട്ടിയിട്ട് എല്ലാം ചെയ്യിപ്പിക്കേണ്ടി വരും ഇത് രണ്ടും. നമ്മുടെ കാപ്പിയും ബോട്ടിൽ സ്റ്റെറിലൈസേഷനും എല്ലാം ഏകദേശം കഴിഞ്ഞു. കാക്കയുടെ സൗണ്ട് കേൾക്കുന്നത് ഞാൻ ഇന്നലത്തെ പോലെ തന്നെ രാവിലത്തെ ജോലികളൊന്നും ഒതുങ്ങിയപ്പോഴത്തേക്ക് അത്രയും ക്ലിപ്സ് എടുത്ത് എഡിറ്റ് ചെയ്ത് അതിന് വോയിസ് കൊടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ചായിട്ട് സേവ് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് എന്തോ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പിള്ളേരെ കിടത്തി ഉറക്കിയിട്ട് അന്നേരം വന്ന് കുറച്ചുകൂടെ ഉച്ചയ്ക്കത്തെ വരെ എഡിറ്റ് ചെയ്ത് ചേർത്ത് വയ്ക്കും. പിന്നെ രാത്രി എനിക്ക് ആ ഡിന്നറിൻ്റെ ഇത് മാത്രം ചേർത്ത് സൗണ്ട് ഇട്ട് സേവും കൊടുത്തിട്ട് പോയി കിടന്ന് ഉറങ്ങാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ പുതിയൊരു പരീക്ഷണമാണ്. കുറച്ച് വർക്ക് ലോഡ് കുറയുന്നതായിട്ട് തോന്നുമോ എന്നറിയാനായിട്ട്. പക്ഷേ 2 ദിവസം ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നടന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു പോയാലേ ഒരു ഒരു ട്രാക്കിൽ വീഴത്തുള്ളൂ. അമ്മ ഇപ്പോഴാണ് 2 പേർക്കും കഴിക്കാൻ കൊടുക്കുന്നത് കേട്ടോ. നിലു രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു കുപ്പി പാലങ്ങ് കുടിക്കും. അത് എണീറ്റതും ഏതാണ്ട് അലൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് എല്ലാവരും. ഏകദേശം ഇപ്പോൾ സമയം ഞാൻ ഈ കാപ്പി എടുക്കുന്നത് തന്നെ ഒരു 10:30 ആയപ്പോഴത്തേക്കാണ്. പിന്നെ അമ്മ അപ്പോൾ അവർക്ക് 2 പേർക്കുമായിട്ട് അപ്പവും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. സേറമോൾ കഴിച്ചു കേട്ടോ. സേറമോളിൻ്റെ അടുത്ത് എന്താ കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇത് ഞാൻ കഴിക്കാത്തതിന് അടിക്കാൻ പോയതാണ് കേട്ടോ. അടിക്കത്തില്ല, ചുമ്മാ കാണിച്ചതേ ഉള്ളൂ.
രാവിലെ അപ്പമായിരുന്നു. എന്നിട്ട് കുക്കുവിനോട് പറയുന്നുണ്ട്, കുക്കു എന്താണെന്ന് അറിയത്തില്ലടാ, എല്ലാ വീട്ടിലും ഞായറാഴ്ച അപ്പമാണ്. സേറയ്ക്ക് കുറച്ചുകൂടി ഇഷ്ടം പുട്ടാണ് കേട്ടോ. ഞായറാഴ്ച അപ്പം തിന്ന് തിന്ന് സേറ മടുത്തു. ഇവിടങ്ങളിൽ അങ്ങനെയാണ്, മിക്ക വീടുകളിലും ഞായറാഴ്ച അപ്പമായിരിക്കും. കുക്കു സാർ അന്നേരം തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ അപ്പമാണ്, പക്ഷേ നല്ല ടേസ്റ്റ് അല്ലേ, അപ്പം നല്ല ടേസ്റ്റ് അല്ലേ, എനിക്ക് അപ്പം കഴിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ. കുക്കുവിനും എനിക്കുമൊക്കെ ഇത് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ. കുക്കുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ഐറ്റം അപ്പവും ബീഫും ആയിരുന്നു. പാതിരാത്രിയൊക്കെ സലീം ഹോട്ടലിൽ വിളിച്ചിട്ട് പോയിട്ടുണ്ട് അല്ലാതെ അപ്പവും ബീഫും ഒക്കെ കഴിക്കാനായിട്ട്. എന്തായാലും ഉണ്ടാക്കാനായിട്ടുള്ള വെളുത്തുള്ളിയാണ് അമ്മ ഇവിടെ ക്ലീൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആ പോർക്ക് കുറച്ചൊന്നും കൂടെ, ഞാൻ നോക്കിയപ്പോൾ വെള്ളം വീണ്ടും ഉണ്ട് കഴുകിയതിൻ്റെ. പോർക്കിന്ന് വെള്ളം പോകാൻ ഇത്തിരി പാടാണ്, ബീഫ് പോലെ അത്ര പെട്ടെന്ന് മീറ്റ് ഡ്രൈ ആയി കിട്ടത്തില്ല. അപ്പോൾ അത് ഇത്തിരി നേരം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോർക്ക് വിന്താലോന് വേണ്ടിയിട്ട് 3 സവാള എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നല്ലോ അത്രയും അളവിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 250 രൂപയ്ക്ക് മേടിച്ച പോർക്കാണ് കേട്ടോ. 1/2 കിലോ ആണെന്ന് കൂട്ടിക്കോ, 1/2 കിലോയ്ക്കുള്ള കണക്കായിരിക്കും ഇത്. ഈ വിന്താലൂന് എറണാകുളത്തൊക്കെ പുളിയിറച്ചി എന്നൊക്കെ പറയുമല്ലേ, ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ആലൻ പറയുന്നത്. ആലൻ കോളേജ് ലൈഫൊക്കെ ആലൻ്റേത് എറണാകുളത്ത് പൊടിച്ചാൻ്റെ കൂടെയായിരുന്നു, ഡാഡിയുടെ ഒരു സിസ്റ്ററിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുളിയിറച്ചി പിന്നെ മുട്ടി അങ്ങനെയൊക്കെ പറയുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, കല്യാണ തലേന്നൊക്കെ കൊടുക്കുന്നത്, അതിനെയൊക്കെ കുറിച്ച് പറയുന്ന കേൾക്കാം. ഈ മുട്ടി തിന്നുന്ന ആ സാധനം എനിക്കിതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അതെപ്പോഴെങ്കിലും ഉണ്ടാക്കണം. പക്ഷേ പുളിയിറച്ചി അല്ലെങ്കിൽ വിന്താലു ഇതിൽ ഞാൻ ഇപ്പോൾ പുലിയ കേട്ടോ. ഇതും ഞാൻ പുലിച്ചിറയിൽ കോവിഡ് ടൈമിൽ ചെയ്ത് ശരിയാക്കി എടുത്തൊരു ഐറ്റമായിരുന്നു. ആദ്യമൊക്കെ ചിലപ്പോൾ ഇഞ്ചി കൂടിപ്പോവും അല്ലെങ്കിൽ വെളുത്തുള്ളി കൂടിപ്പോവും. ഇതിൽ രണ്ടിലേത് കൂടിപ്പോയാലും ഒരു കുമിഞ്ഞ മണം വരും കറിക്ക്. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ എനിക്ക് പണി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ ആയി, നമുക്ക് കൈ അളവിൽ മനസ്സിലാവും ഇത് ഇത്രയും മതി, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇത്രയും മതി, ഇഞ്ചി ഒരു കഷ്ണം മാറ്റാം എന്നൊക്കെ തോന്നും. ഇനി നമ്മുടെ മണ്ടൻ മിക്സിയുടെ മണ്ടൻ ചാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, 3 ഏലക്ക, 4 ഗ്രാമ്പു, പട്ടയുടെ 2 കഷ്ണം. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ചിരി കേട്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും. ഇത് നമുക്കൊന്നിത്തിരി വിനാഗിരി ചേർത്ത് അരച്ചെടുക്കണം കേട്ടോ. ഒരടപ്പ് നിറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്. ആ കുപ്പി കണ്ടാലറിയാം എൻ്റെ അടപ്പ് ഇത്തിരി വലിയ അടപ്പാണ്. പിന്നെ കടുക്, ഒരു കുമ്പിൾ നിറച്ച് കടുകും കൂടെ ചേർക്കണം. അതമ്മ ഇവിടെ നമുക്ക് അരച്ച് തരും. അപ്പോഴത്തേക്ക് നമുക്ക് പോർക്കിനി കുക്കറിലേക്ക് വെക്കാം, എന്നാലേ കറിയാക്കാൻ പറ്റത്തുള്ളല്ലോ. കാരണം പോർക്ക് വിന്താലു വെക്കുമ്പോൾ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യത്തില്ല. ഈ പോർക്ക് വെന്ത നെയ്യ് നമുക്ക് വേണം, അതിൽ വേണം കറി വെച്ച് തുടങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ബീഫൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് ബൈ സൈഡായിട്ട് ചെയ്യുന്ന പോലെ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പോർക്കിലേക്ക് ഇപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്കും വീണ്ടും ഈ ഒരു അടപ്പ് വിനാഗിരി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ കൈവച്ച് നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. ആ പൈപ്പിൻ്റെ അറ്റത്ത് പിടിപ്പിച്ചിരിക്കുന്ന സാധനം ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോൾ ചേച്ചി ഓൺലൈൻ മറ്റോ മേടിച്ചിട്ട് അത് ഫിറ്റ് ചെയ്യാൻ പറ്റാതെ അവിടെ ഇരിക്കുന്നു. ആ പൈപ്പിൽ വെക്കുമ്പോൾ അത് ഊരി പോകുന്നു, നീ വേണമെങ്കിൽ കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിങ്ങെടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഒരെണ്ണം ഓൺലൈനിൽ മേടിച്ചിരുന്നു, പക്ഷേ അതിന് ഇത്തിരി നീളം കൂടുതലാണ്. അത് ഞാൻ ഇനിയിപ്പോൾ പതുക്കെ പാക്ക് ചെയ്ത് മമ്മിക്ക് കൊടുത്തു വിടും. അവിടെ കഴുകുന്ന പൈപ്പ് കുറച്ച് പൊക്കത്തിലാണ് നിൽക്കുന്നത്, ഇവിടത്തേക്കാളും. വിന്താലു വെക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ട ഐറ്റമാണ് മുളക് പൊടി കുഴച്ചത്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് എരിവുള്ള മുളക് പൊടി 1 വലിയ ടേബിൾ സ്പൂൺ, പിന്നെ കാശ്മീരി മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ടിത് വിനാഗിരി ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. ഇത് ഡയറക്റ്റായിട്ട് എണ്ണയിൽ ഇടുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ കുഴച്ചിട്ട് ചേർക്കുന്നത്. കറിയുടെ ആ ഒരു റെഡ് കളറ് അതിൽ തന്നെ നിൽക്കും. നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഇതൊരു ബ്രൗൺ കളറായി പോകും. മുളക് പൊടി കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ ഒരു തീയലിൻ്റെ ചവയിലേക്ക് കറി പോകും. വീണ്ടും ഒരു റാലി വരുന്നുണ്ട്. ഗ്ലാഡിയന്റിനെ കൂടെ കാണിയില്ലേ? ഇപ്പോഴാണ് ഞായറാഴ്ചയായത്. ഈ ചറപറാന്നുള്ള അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെയുള്ള ഈ കുക്കറിൻ്റെ വിസിലടി കേൾക്കണം, ഞായറാഴ്ച ആയെന്ന് ഒരു ഫീലൊക്കെ വരാനായിട്ട്. അങ്ങനെ നമ്മുടെ പോർക്ക് വേവാനായിട്ട് ഞാൻ കുറച്ച് തീ കൂട്ടി വെച്ചു. അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്, ഒരു 2 വിസിലും കൂടെ വേണം. എന്നിട്ട് ആ വെന്ത പോർക്കിൻ്റെ നെയ്യ് ഞാൻ ഇന്ന് ചട്ടിയിലാണ് കേട്ടോ വിന്താലു വെക്കുന്നത്. സാധാരണ നമ്മൾ ബീഫ് കറി വെക്കുന്ന ആ ഒരു പാനിലാണല്ലോ ചെയ്യുന്നത്. ഇന്ന് എനിക്കെന്തോ ചട്ടിയിൽ വിന്താലു വെക്കാനായിട്ടൊരു കൊതി. ഇവിടെ
എവിടെയോ കിടന്ന് 2 സോക്സ് ഇട്ടിട്ട് അവൻ സ്കൂളിൽ പോവുകയാണെന്ന് കേട്ടോ. ഫ്ലൈയിങ് കിസ്സൊക്കെ തന്ന് ഈ വാരി വലിച്ച് മിഠായി തിന്നുകൊണ്ട് ബമ്മും ചൊറിഞ്ഞൊറിഞ്ഞാണ് നടക്കുന്നത്. ഇനി നമുക്ക് ആ നെയ്യ് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. ഈ സവാള നല്ല രീതിയിൽ ബ്രൗൺ കളറാവണം കേട്ടോ. കറിക്ക് വേണ്ടുന്ന നിറം സവാളയിലും കൂടിയാണ് ഇരിക്കുന്നത്. സവാള പച്ചക്കിരുന്നാൽ കറി വെളുത്തിരിക്കും. അപ്പോൾ ആ നെയ്യ് തന്നെ മതി. ഒരു എണ്ണയും നമുക്കിതിൻ്റെ അകത്ത് ചേർക്കേണ്ട. അത് നല്ല രീതിയിൽ ഇനി ഒന്ന് മൂത്ത് വരണം. ആ സമയം കൊണ്ട് ഞാൻ പുട്ടിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയാണ്. അപ്പോഴേക്ക് ആലൻ തിരിച്ചെത്തി. തൽക്കാലം വിശപ്പിന് തടയിടാനായിട്ട് ഞാൻ രാവിലെ ഇട്ട് വെച്ചിരുന്ന കോഫിയിൽ നിന്ന് 1 ഗ്ലാസ് കൊടുത്തു. അപ്പം ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ ഓപ്ഷൻസ് കൊടുത്തപ്പോൾ ചൂസ് ചെയ്തത് ഓപ്ഷൻ ബി, പോർക്കും പുട്ടുമാണ്. പോർക്കൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ ചമ്മന്തിയും കൂട്ടി ആരെങ്കിലും അപ്പം തിന്നോ? അങ്ങനെ നമ്മുടെ പുട്ടുപൊടി, ഈ സാധനം നനയാൻ നല്ല പാടുണ്ട് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ പാക്കറ്റിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഓർത്തിരുന്നെങ്കിൽ ഞാൻ ഇനി ഇത് മേടിക്കത്തില്ലായിരുന്നു. നനച്ചങ്ങോട്ട് വെച്ചിട്ട് പോയി കുറ്റിയെടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് വീണ്ടും ഉണങ്ങി കല്ല് കണക്കിരിക്കും. സോഫ്റ്റ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പവിഴം പുട്ടുപൊടിയുടെ അത്രയും സോഫ്റ്റ്നെസ് എനിക്ക് തോന്നിയിട്ടില്ല. അത് നല്ല പുട്ടുപൊടിയാണ്, എനിക്കിഷ്ടമായിരുന്നു അത്. പക്ഷേ അതിപ്പോൾ ഇവിടെ നിന്നും കിട്ടാനില്ല. ഞാൻ പോകുമ്പോഴൊന്നും കടയിൽ അത് കാണാറില്ല. ഇത് പിന്നെ ഓഫറിനാണെങ്കിൽ കഷ്ടകാലത്തിന് ഒരു പാക്കറ്റിൻ്റെ കൂടെ ഒരു പാക്കറ്റ് ഫ്രീയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ വലിയ 2 കവർ ഇരിപ്പുണ്ട്. 1 kg ആണോ 2 kg ആണോ? വലിയ കവറാണ്, 2 kg ആണെന്ന് തോന്നുന്നു. 2 പാക്കറ്റ് ഉണ്ട് മൊത്തത്തിലിപ്പോൾ. മുമ്പ് ഞാൻ ഈ ചെറിയ റീൽസൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ പുട്ടും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ വെല്ലാൻറ്റീനെ ഓർമ്മ വരും. ഞങ്ങളുടെ പഴയ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ്. ആൻറ്റിയുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ വലപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരായിരുന്നു. മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആൾക്കാരായിരുന്നു. ആൻറ്റോ അങ്കിൾ എന്നായിരുന്നു അങ്കിളിൻ്റെ പേര് കേട്ടോ. അവിടെ എല്ലാ ദിവസവും രാവിലെ ചോറോ കഞ്ഞിയോ ഒക്കെ തന്നെ ആയിരിക്കും. ഞായറാഴ്ച മാത്രം അവർ പുട്ടുണ്ടാക്കും. കാരിയസം ക്ലാസ്സിലൊക്കെ പോയിട്ട് വരുമ്പോഴുണ്ടല്ലോ, ആ വീട്ടിൻ്റെ സൈഡിലൊരു ഇടവഴിയാണ്. അതിൽ കൂടെ വരുമ്പോൾ ഇങ്ങനെ കാണാം ആൻറ്റി മുളം കുറ്റിയിൽ പുട്ട് വയ്ക്കുന്നത്. നല്ലൊരു മണവും ഒക്കെ വരും. ബൈ ഈ റെസിപ്പിയും കൂടെ അതിൻ്റെ ഇടയിൽ പൊക്കോട്ടെ. നമ്മുടെ സവാള ഏകദേശം കളറൊക്കെ മാറി. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് ചേർത്തു. ഗ്യാസ് കുറ്റിയെടുക്കാനായിട്ട് റോബിൻ ചേട്ടൻ വന്നതാണ് കേട്ടോ. അവിടെ ഗ്യാസ് തീർന്നു. അപ്പോൾ മുഖം കാണിക്കരുതെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. സാവിയോ ശരി. എൻ്റെ മുഖം കാണിക്കരുത്, പിന്നെ ആരാധികന്മാരൊക്കെ വരുമെന്നും പറഞ്ഞിട്ട് അവൻ തഗ്ഗൊക്കെ അടിച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് വിളിച്ച് കാണിച്ചതാണ്. ഇനി നമ്മൾ ചേർത്ത ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഒരു സവാളയുടെയും മിക്സ് നന്നായിട്ടൊന്ന് മൂത്ത് വഴന്നൊക്കെ വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക്, അതൊന്നും അരിഞ്ഞിട്ടിട്ടൊന്നുമില്ല. കാരണം പോർക്ക് കറിക്ക് അധികം എരിവ് വരത്തില്ല. അപ്പോൾ എരിവ് വേണ്ടവർക്ക് ഇതെടുത്ത് കടിക്കാനായിട്ടാണ്. ഇത്രയും നെയ്യ് കിടക്കുന്നതുകൊണ്ട് എരിവ് വരത്തില്ല. എൻ്റെ പിരിയമുളകിൻ്റെ കുപ്പിയിൽ പിരിയമുളകില്ലായിരുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് വെയിലത്ത് വയ്ക്കുന്ന വലിയ കുപ്പിയാണ് അതിലുണ്ടായിരുന്നു. അതിൽ കുറച്ച് പിരിയമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ കുഴച്ച് വെച്ച മുളക് പൊടിയുടെ കൂട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ ഞാനും പപ്പയും രാവിലെ കോഴിയൊക്കെ മേടിക്കാൻ പോകുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ പ്ലം കേക്കൊക്കെ മേടിച്ചിട്ട് വരും. അപ്പോൾ അയലത്തുള്ള 2-3 വീടുകളിലൊക്കെ കൊടുക്കും. അപ്പോൾ ഞങ്ങൾ മെല്ലാൻറ്റിയുടെ വീട്ടിലും പ്ലം കേക്കൊക്കെ കൊണ്ട് കൊടുക്കും. ആൻറ്റോങ്കിളാണെങ്കിൽ അവിടെ നല്ല മീനൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്കും തരുമായിരുന്നു കേട്ടോ. അമ്മയ്ക്കും കൊടുക്കുമായിരുന്നു. പക്ഷേ ഒരു 2-3 വർഷം മുമ്പ് അങ്കിള് മീൻ പിടിക്കാൻ പോയെങ്കിൽ പിന്നെ തിരിച്ച് വന്നില്ല. മടങ്ങി വന്നു, ബട്ട് പോയതുപോലല്ല വന്നത്. ഈ പാസ്റ്റ് അവേ. അപ്പോൾ നമ്മുടെ പോർക്ക് വെന്താലുവിൻ്റെ ആ ഒരു കൂട്ട് റെഡിയായി. അതിലേക്ക് പോർക്കും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി ഇത് നല്ലപോലെ തിളച്ച് വീട്ടിലൊക്കെ നല്ല മണമാവും. പുട്ടിൻ്റെയും ഇറച്ചിക്കറിയുടെയൊക്കെ മണം. ഇപ്പോഴും ഇത് പറയുമ്പോഴും എനിക്ക് ആ വീട് തന്നെ ഓർമ്മയിൽ നിൽക്കുന്നത്. മുളംകുറ്റിയുടെ മേളിൽ നിന്ന് വരുന്ന ആ പുകയും ഒക്കെ. ഞങ്ങൾക്ക് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ റൈഡേഴ്സ് ടു ദ സീന്നും പറഞ്ഞിട്ട് ഒരു നോവൽ പഠിക്കാനുണ്ടായിരുന്നു. ഒരമ്മയുടെ എല്ലാ മക്കളെയും, ഫിഷർമാനായിട്ടുള്ള എല്ലാ മക്കളെയും കടലിൽ കൊണ്ടുപോകുന്ന സ്റ്റോറിയായിരുന്നു അത്. ആ സ്റ്റോറിയുമായിട്ട് എന്തുവാ പറയുന്നത്, അതിലെ ക്യാരക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച എന്നെ തിരിച്ച് ആ വീട്ടിലേക്കും മുളംകുറ്റിയിലേക്കും എത്തിച്ചു. നമ്മുടെ പുട്ടൊക്കെ റെഡിയായി. ടി വിയുടെയും സൗണ്ട് ബോക്സിൻ്റെയും റിമോട്ട് പപ്പയുടേതാണ് കേട്ടോ. അത് പപ്പയുടെ കയ്യിലല്ലാതെ വേറെ ആരുടെയും കയ്യിലിരിക്കാൻ പാടില്ല. അതിപ്പോൾ കുക്കു സാർ അവിടെ നെയ്മറിൻ്റെ ഓട്ടോബയോഗ്രഫിയൊക്കെ ഇരിപ്പുണ്ട്. എന്തോ ലൈഫ് സ്റ്റോറിയോ എന്താണ്ടൊക്കെ ഇട്ടിരിപ്പുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ അത് ഇരിക്കുന്നതിൻ്റെതാണ് ഏനക്കേട്. അത് തിരിച്ച് മേടിച്ച് അളിയൻ്റെ കയ്യിൽ കൊടുക്കുന്നത് വരെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ആലം വഴക്ക് പറഞ്ഞു, പിന്നെ വാങ്ങിച്ചാൽ മതി, കുക്കുച്ചേട്ട കാണുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ നിലവിളിയായിരുന്നു അത്. ഇതേ കണ്ടില്ലേ നമ്മുടെ വിന്താലുവിൻ്റെ കളറും. എനിക്ക് ഈ കളറിൽ വേണം, എന്നാലേ ആ ഒരു ഗുമ്മുള്ളൂ കറി കാണാനായിട്ട്. ഇത് നമ്മൾ ചട്ടിയിൽ വെച്ചാലും കുക്കറിൽ വെച്ചാലും വെള്ളം പറ്റും കേട്ടോ.
ഇതിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് വരും. പിന്നെ ചൂടാക്കുമ്പോൾ ഞാൻ ലേശം വെള്ളം കൂടെ കെറ്റിലിൽ തിളപ്പിച്ച് ചേർത്തിട്ടൊക്കെയാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ അമ്മ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. ഞാൻ കഴുകാൻ പോയതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, "അലൻ കഴിക്കാതെ എത്ര നേരമായിട്ടിരിക്കുന്നു, ഫുഡ് എടുത്ത് കൊടുക്കുക, അത് ഞാൻ ചെയ്തോളാമെന്ന്." അങ്ങനെ ദേ ഒരു കുറ്റി പുട്ട് ഞാൻ പൊടിച്ചിട്ടു പാത്രത്തിലേക്ക്. എന്നിട്ട് നമ്മുടെ വിന്താലൂം ഇതിൻ്റെ മേലെ ഒഴിച്ചാൽ, ഇപ്പോൾ ആലന് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 12:30 12:45 അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ബ്രഞ്ച് എന്ന് വിളിക്കാം. ഞാൻ ഈ ഓടി ആടിയുന്ന ടൈം ആയപ്പോഴേക്ക് ഏകദേശം 1:45 കഴിഞ്ഞു കേട്ടോ. ചോറ് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുക്കു സാറിന് ചോറ് വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങ് തീർത്ത് വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന്. ചോറല്ല, വായിലങ്ങനെ വന്നതാണ്. പുട്ട് തരട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ഇപ്പം വേണ്ട. ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ. പോർക്ക് കഴിക്കുന്നതുകൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ. വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്കും പിന്നെ ഈ പറഞ്ഞ കണക്ക് ബ്ലഡ് പ്രഷർ ലെവലൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പോർക്ക് അടിപൊളിയാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഇസ് വെരി റിച്ച് ഇൻ പ്രോട്ടീൻ. അപ്പോൾ ഈ തുഴഞ്ഞ് തളർന്ന് വരുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഫുഡാണ് പുട്ടും പോർക്കും. അത്രയും പ്രോട്ടീൻ അങ്ങ് ചെല്ലുമല്ലോ. വിന്താലു ആക്ച്വലി ഇറ്റ് ഇസ് ഒറിജിനേറ്റഡ് ഇൻ പോർച്ചുഗീസ്. അതിൻ്റെ പേര് എന്നെ കളിയാക്കരുത് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിൽ, കാർനെ ഡി വിന്യാഡലൂസ്. അത് തന്നെ, ആ പറഞ്ഞ സാധനം തന്നെ. ആൻഡ് ഇറ്റ് മീൻസ് മീറ്റ് മാരിനേറ്റഡ് ഇൻ വൈൻ ആൻഡ് ഗാർലിക്. അപ്പം ഈ വൈനിലല്ലെങ്കിലും വിനാഗിരിയിലാണല്ലോ. ബട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നമ്മുടെ മീനച്ചാർ, ഇറച്ചി അച്ചാർ അതുമൊക്കെ ആയിട്ട് വളരെ സിമിലാരിറ്റി ഉള്ള ടേസ്റ്റാണ് വിന്താലൂനും ഉള്ളത്. എവിടെ നിന്ന് വന്നാലെന്താ, എങ്ങനെ വന്നാലെന്താ, സംഭവം ടേസ്റ്റ് അടിപൊളിയായിരുന്നാൽ പോരെ. വിന്താലു നമ്മുടേതാണ്, നമ്മളങ്ങനെ പറയൂ, അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ അവസാനത്തെ കുറ്റിപ്പുട്ടും പുട്ടുകുടത്തിൻ്റെ മേലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ തുടങ്ങി. എനിക്ക് കഴുകാനായിട്ട് പുട്ട് പുരട്ടിയ ആ ഒരു ബൗളും പിന്നെ ആ ചോപ്പിംഗ് ബോർഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോപ്പിംഗ് ബോർഡിൻ്റെ പുറത്ത് ഞാൻ ഇടയ്ക്ക് സ്പൂൺ വെച്ചിരുന്നുകൊണ്ടാണ് അമ്മ അത് വാഷ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. അത് സ്പൂൺ വെക്കാനായിട്ട് ഞാനൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര നേരം. എന്നിട്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്താൽ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാം. ഇറച്ചി വന്നാലും മീൻ വന്നാലും പച്ചക്കറി വന്നാലും ഫ്രൂട്ട്സ് കൊണ്ടുവച്ചാലും ഈച്ച വരാനതിന് ഒരു കുറവുമില്ല. അപ്പോൾ ഓരോ ദിവസവും ഞാൻ എന്തൊരു ഈച്ചയമ്മ എന്ന് പറയുമ്പോൾ അമ്മ പറയും ഇന്ന് ഇറച്ചി മേടിച്ചുകൊണ്ടാണ്, എന്തൊരു ഈച്ചയമ്മ എന്ന് പറയുമ്പോൾ പറയും ഞണ്ട് മേടിച്ചുകൊണ്ടാണ്, അയ്യോ ഭയങ്കര ഈച്ചയെന്ന് പറയുമ്പോൾ പറയും നീ ഏത്തപ്പഴം അരിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തെവിടെ എടുത്ത് വെച്ചാലും ഈച്ച വരെ തന്നെ ചെയ്യും. ഈ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ 2 എണ്ണം ഞാനിങ്ങനെ ഹാൻഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഡെറ്റോളും പുൽത്തൈലവും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കലക്കി വെച്ചേക്കുന്നതാണ്. ഒന്നവിടെ ഹോളിൽ ഉരുപ്പുണ്ട്, ഒന്ന് കിച്ചണിൽ ഉരുപ്പുണ്ട്. ഹോളിൽ വെച്ചേക്കുന്നത് നിലു സുസ് വെച്ച് കഴിഞ്ഞാൽ അത് തുടച്ചിട്ട് ഞാൻ അതിൻ്റെ മേളിൽ ഇതൊരു 2-3 ഡ്രോപ്പ് ഇങ്ങനെ എടുത്തിടും. എന്നിട്ട് തുടയ്ക്കുമ്പോഴത്തേക്ക് അവിടെ പിന്നെ ആ സുസുവിൻ്റെ മണമൊന്നും വരത്തില്ല. അതുപോലെ തന്നെ അവൻ കവട്ടയോ ഫുഡ് താഴെ ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, പാല് താഴെ പോയാൽ ഇതും കൂടെ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ടിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഈച്ച മുറ്റത്തില്ല. കിച്ചണിലും ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ് ഇത് വെച്ച് തുടച്ചതുകൊണ്ട് ഈച്ച വരാണ്ടൊന്നും ഇരിക്കത്തില്ല. ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് അത് നനഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കും ഈച്ച വരാതിരിക്കും. പിന്നെ അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈച്ച വന്നോളും. പിന്നെ വെളുത്തുള്ളി അമ്മ ഉരിച്ച് തന്നപ്പോൾ കുറച്ച് തൊലിയൊക്കെ താഴെ പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കിച്ചൺ ഒന്ന് തൂത്ത് കളയാമെന്ന് വിചാരിച്ചു. ഈ ചൂലിൻ്റെ ഇത്രയും തട്ടിയിട്ടും എലിപ്പെട്ടി അടഞ്ഞിട്ടില്ല, നിങ്ങൾ കണ്ടോ. പിന്നെ എങ്ങനെ എലി വീഴാനാണ്? ഇതാണ് ഇവരൊക്കെ എലി. എനിക്കറിയത്തില്ല എന്നുകൊണ്ട് ഞാൻ അത് തുറന്ന് സമ്മതിക്കുന്നു. എലിപ്പെട്ടി വെക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ വെച്ച് കഴിഞ്ഞാൽ എലി വീഴത്തില്ല. അതറിയാവുന്ന 2 ആൾക്കാർ എന്ന് പറയപ്പെടുന്ന 2 വ്യക്തികളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാറ്. അമ്മ ചെയ്തതാണ് കേട്ടോ അത്. ഞാൻ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചൂല് കൊണ്ട് തട്ടിയിട്ടും പെട്ടി അടഞ്ഞിട്ടില്ല. ഇന്നലെ വന്ന് എലിയും ലാവിഷായിട്ട് ഉണക്കമീനും തിന്നിട്ട് പോയിട്ടുണ്ട്. രാവിലത്തെ സെഷൻ പാത്രങ്ങളൊക്കെയാണ് കഴുകി കൂമ്പാരമായിട്ട് അവിടെ ഇരിക്കുന്നത്. ഇതിനി ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ എടുത്ത് അടുക്കിയൊക്കെ വെക്കണം. ചോറ് കഴിക്കാൻ ഇനി നമുക്ക് മാക്സിമം 2 ചോറെന്ന് തന്നെ വരുന്നു. പുട്ട് കഴിക്കാൻ നമുക്ക് 2 പ്ലേറ്റും കൂടെ അല്ലേ ഇനി അഴുക്കാവത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് എടുക്കത്തില്ല, എനിക്ക് മടിയായതുകൊണ്ട് വൈകുന്നേരം എടുത്തൊക്കെ വെക്കാം. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതുവരെ എടുത്ത വീഡിയോയ്ക്ക് സൗണ്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഞാനും കുക്കു സാറും കൂടെ പുട്ടും പോർക്കും കഴിക്കാൻ പോവാണ് കേട്ടോ. അമ്മയും നിലുവും തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ വന്നപ്പോൾ തന്നെ നിലുവിനെ ഉറക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അവിടെ താഴത്ത് കിടപ്പുണ്ട് 2 പേരും കൂടെ. ഇനി കുക്കുവിനും എനിക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഉറക്കം തുടങ്ങാനായിട്ട്. അപ്പോഴേക്കും അമ്മയുടെ ഡ്യൂട്ടി കഴിയും, അമ്മ അങ്ങ് എണീക്കും. ഇപ്പം തന്നെ ഒരു 2:30 ആയിട്ടുണ്ടാവും. അമ്മ എണീറ്റിട്ട് 3 മണി 3:30 അമ്മ പിരിവിനായിട്ട് പോകും. ഇവർക്കുള്ള പാലും ഒക്കെ എടുത്ത് വെച്ച് അമ്മ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അമ്മയുടെ ഡ്യൂട്ടി കഴിയാൻ പോകുന്നു, എൻ്റെ ഡ്യൂട്ടി തുടങ്ങാൻ പോകുന്നു. നിലുവിനെ നോക്കുന്ന ഡ്യൂട്ടിയുടെ കാര്യമാട്ടോ പറഞ്ഞത്. അങ്ങനെ എനിക്ക് കഴിക്കാനായിട്ട് പോർക്കിൻ്റെ എല്ലും ഇത് ഞാനൊരു 2 പീസ് മേടിച്ചായിരുന്നു. ഒന്ന് എനിക്കും ഒന്ന് അലനും. അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ നമ്മൾ സ്ട്രോയിൽ നിന്ന് വലിച്ചെടുക്കുന്നതൊക്കെ വലിച്ചെടുത്ത് കഴിക്കണം. അതിനായിട്ട് 2 പീസ് ഞങ്ങൾക്ക് 2 പേർക്കുമായിട്ട് മേടിച്ചിരുന്നു. പിന്നെ കുക്കു സാറ് നല്ല രീതിയിൽ എരിവ് കഴിക്കും. എന്നെപ്പോലെ തന്നെ പുട്ടിലിങ്ങനെ നല്ലപോലെ കുഴഞ്ഞിരിക്കണം കറിയൊക്കെ. ഞങ്ങൾ 2 പേരും പുട്ട് കഴിക്കുവാണ്. ഇപ്പം ഇങ്ങനെ 2-3 ഞായറാഴ്ച ആയെന്ന് തോന്നുന്നു. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇറച്ചിക്കറി ആവാത്തത് കൊണ്ട് പിന്നീട് അങ്ങ് പുട്ടുണ്ടാക്കും.
ഇതിനിടയ്ക്ക് ഞാൻ ഒരു ഞായറാഴ്ച സ്കിപ്പ് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. പിന്നെയാണ് നമ്മൾ കുഴിമന്തി ഉണ്ടാക്കിയത്. അൺലെസ് ആൻഡ് അണ്ടിൽ കുഴിമന്തിയോ ബിരിയാണിയോ ഉണ്ടാക്കുന്നില്ല എങ്കിൽ മനസ്സറിയാതെ ഉച്ചയ്ക്കും പുട്ടും കറിയും കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നും. അത് ഇങ്ങനെയാണ് അത് കഴിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഈ എറണാകുളത്തൊക്കെ മുട്ടി കറി എന്നൊക്കെ പറയുന്നൊരു ഐറ്റം ഉണ്ടെന്ന്. ഇതുപോലെ എല്ല് കറി കൊടുക്കും കല്യാണ തലേന്ന്. അതിങ്ങനെ മുട്ടി കഴിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അത് മുട്ടി കഴിക്കുന്നത്. പ്ലേറ്റിലിട്ട് 2-3 തട്ട് തട്ടുമ്പോൾ നമ്മൾ ഏത് സൈഡിലോട്ടാണോ തട്ടിയത് അങ്ങോട്ട് ഇത്തിരിങ്ങ് വരും. അപ്പോൾ നമുക്ക് ജ്യൂസ് എടുക്കുന്നതാണ് കഥങ്ങ് സക്ക് ചെയ്തെടുക്കാം. താഴെ കിടക്കുന്നത് നല്ലപോലെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങി തുടങ്ങിയ. പക്ഷേ ഇവൻ ഉറങ്ങാൻ ഇത്തിരി പാടാണ്. രാത്രി ഞാൻ ഓടി ആഡ് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇവനെ ഉറക്കൽ. ഇവൻ അവിടെ ആ ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കും. മമ്മ ഓടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് കിടക്കാമെന്ന് പറഞ്ഞ്. ഞാൻ കിടക്കുമ്പോഴേ കിടക്കത്തുള്ളൂ. ഇവിടുന്ന് പുലിച്ചറ നിൽക്കാൻ പോയാൽ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഒരു കോള് വരും കേട്ടോ. മമ്മ എനിക്ക് ഉറങ്ങുമ്പോൾ മമ്മയടുത്ത് കിടക്കാൻ തോന്നുന്നു, നാളെ വരുമോ ഇപ്പോൾ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഞാൻ ഡെല്ലിക്ക് മെസ്സേജ് അയക്കും, ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ മതി, അവനെങ്ങനെ കാത്തിരുന്ന് ഉറങ്ങിക്കോളുമെന്ന്. ഇന്നത്തെ നമ്മുടെ ഉച്ചയുറക്കം കഴിഞ്ഞിരിക്കുന്നു. എണീറ്റപ്പോഴത്തേക്ക് തന്നെ നിലുവിന് പാല് കൊടുത്തു. ആ സമയത്ത് എനിക്ക് ക്യാമറയൊന്നും സെറ്റ് ചെയ്യാനേ പറ്റത്തില്ല. കണ്ണ് തുറന്നാൽ കീറി പൊട്ടിക്കും. എടുത്ത് മടിയിൽ വെക്കണം, പാല് എടുത്ത് വായിൽ വെച്ച് കൊടുക്കണം. അമ്മ പാലൊഴിച്ച് സോഫയുടെ ആ സൈഡിൽ കൊണ്ട് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. തണുപ്പിച്ച് അങ്ങനെ തന്നെ വെച്ചിട്ട് പോകും. അമ്മയ്ക്കറിയാം, പ്രത്യേകിച്ച് ഈ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ നല്ല വാശിയാണ്. കുക്കുസാറിൻ്റെ പാല് ദേ അവിടെ എടുത്ത് അടച്ച് വെച്ചിരിക്കുന്നു. അതെടുത്ത് കുടിക്കാതെയാണ് വെളിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു പഴംപൊരി അല്ല കേട്ടോ ഇന്ന്, ചായയൊക്കെ കുടിച്ചിട്ട് അവനെ വിളിക്കാമെന്ന്. ഇന്ന് വേറൊന്നും കൊണ്ടല്ല ഞാൻ പഴംപൊരി ഉണ്ടാക്കാത്തത്. ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇത്തിരി പ്രോട്ടീനൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി ഇരുന്ന കാടമുട്ട മുഴുവൻ ഞാനെടുത്ത് പുഴുങ്ങാനിട്ടു. എന്നിട്ട് അതിന് മീതേക്ക് ഒരു പാത്രം വെച്ചിട്ട്, നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ എടുക്കുന്നതും 2 ഏത്തപ്പഴം തന്നെയാണല്ലോ. 2 ഏത്തപ്പഴം നല്ലപോലെ അരിഞ്ഞ് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ചായയും ഏത്തപ്പഴം പുഴുങ്ങിയതും കാടമുട്ട പുഴുങ്ങിയതുമാണ് നമ്മുടെ ഇന്നത്തെ ടീ പാർട്ടിയുടെ മെനു. ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ കുക്കുസാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കടപ്പുറത്ത് പോയി കുറച്ച് നേരം ഇരുന്ന് കളിക്കണം, മണ്ണ് വാരാൻ കൊണ്ടുപോകുന്നൊരു ബക്കറ്റും 2-3 ഡബ്ബയും കുപ്പിയും ഗ്ലാസ്സും ഒക്കെ ഉണ്ട് ഇവിടെ, അതെല്ലാം ആയിട്ട് പോകണമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് പോകാം എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ചെറിയൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട്, എന്നാലും ഒന്ന് കൊണ്ടുപോകണം. കുറച്ച് ദിവസമായില്ലേ നിങ്ങളെയും കടപ്പുറവും കടലും ഒക്കെ കാണിച്ചിട്ട്. അങ്ങനെ നമ്മൾ പുഴുങ്ങാനുള്ള സെറ്റ് ഒരു സൈഡിൽ വെച്ചു. ഇപ്പുറത്ത് ചായയുടെയാണ്. ഇന്ന് ഗ്രാമ്പൂവിനാണ് ചാൻസ്, ഗ്രാമ്പൂ ചായയാണ്. ഞാനിപ്പോൾ ഓടി ആഡ് ചെയ്യുന്നത് മേലെ ഇരുന്നാണെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ തിരയ്ക്ക് വലിയ സൗണ്ടില്ല. ഇങ്ങനെ ഇന്ന് ഞാൻ കടപ്പുറം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുഞ്ഞു തിരകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കട്ടനൊക്കെ തിളച്ചു. ഈ കാടമുട്ട ഈ ഒരു സമയത്തിനുള്ളിൽ ആയി കിട്ടും കേട്ടോ. അതിനൊരു ട്രിക്കുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നല്ല പോലെ അങ്ങോട്ട് തിളപ്പിക്കണം. മുട്ട പുഴുങ്ങാനിട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് അപ്പോഴും തന്നെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചാൽ മതി. കുറച്ച് നേരം അങ്ങനെ വെച്ചിരുന്നാൽ പെട്ടെന്ന് മുട്ട ഹാർഡാവുകയും ചെയ്യും, നമുക്ക് പൊളിച്ചെടുക്കാനും എളുപ്പമാണ്. ഉപ്പിട്ട് തന്നെ തിളപ്പിക്കാൻ നോക്കണം കേട്ടോ. ഉപ്പിടാണ്ട് മുട്ട പുഴുങ്ങാനിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഉരിച്ചെടുക്കാൻ പാടായിരിക്കും. ചായ തണുത്ത് പോകത്തില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ചായ ആറ്റിയിട്ടില്ലല്ലോ, ജസ്റ്റ് അങ്ങോട്ട് എടുത്തങ്ങ് ഒഴിച്ചു വെച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം ആയിട്ട് സമാധാനത്തോടെ പോയിരുന്ന് കഴിക്കണമെങ്കിൽ എനിക്കിതൊക്കെ കഴുകി മാറ്റണം. പിന്നെ കഴുകാനുള്ള സാധനങ്ങളൊക്കെ തോട് പൊളിച്ചും തൊലി ഉരിച്ചും ഒക്കെ എടുക്കണമല്ലോ. ചായ അപ്പോഴത്തേക്ക് തണുക്കത്തില്ല, നമ്മൾ ആറ്റാത്തതുകൊണ്ട്. ആറ്റി ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോഴേക്ക് തണുത്തേനെ. അങ്ങനെ ഏത്തപ്പഴവും ഞാൻ അങ്ങനെ അങ്ങോട്ട് സ്റ്റീം ചെയ്യാൻ നിന്നില്ല. ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് ഒന്ന് ചൂടായി വരട്ടെ എന്ന് കരുതി കറക്റ്റ് ഹാർഡ്ലി ആ ഒരു കട്ടൻ തിളയ്ക്കുന്ന സമയം ഒരു 5 മിനിറ്റ് വേണ്ടി വന്നിട്ടില്ല ഇത് രണ്ടിനും കൂടെ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻസ് എന്ന് പറയുന്ന കണക്ക് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച 2-3 ട്രിക്കൊക്കെ ഉണ്ട്. ഒരു കത്തി, പിന്നെ നമ്മുടെ ആ പ്ലക്കർ, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുട്ടയുടെ ട്രിക്ക്. ഫ്രിഡ്ജിൽ വെള്ളം ഇരിപ്പില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഐസ് ക്യൂബ്സാണ് എടുക്കുന്നത്. ആ തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് മാറ്റിയിട്ട് അതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചാൽ ഇതുപോലെ ടപ്പേന്ന് നമുക്ക് ഉരിച്ചെടുക്കാം. 1000 കോഴിക്ക് പകരം അര കാട എന്നാണെങ്കിലും ഈ കോഴിമുട്ടയും കാടമുട്ടയായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. Quail eggs are of course healthy but not that far superior to chicken eggs. ന്യൂട്രീഷണലി നോക്കുവാണെങ്കിൽ അത്ര വ്യത്യാസം ഇത് തമ്മിലില്ല. ഈ പറയുമ്പോൾ ഇടയ്ക്ക് നാക്കൊടക്കുമ്പോഴാട്ടോ ഞാൻ തന്നെ ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ ചിരിക്കുന്ന എന്തിനാന്ന് നിങ്ങൾക്ക് തോന്നിയാലോ. അപ്പോൾ നമ്മുടെ എഗ്ഗും ബനാനയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പോയിരുന്ന് ചായയൊക്കെ കുടിക്കാം. ഇത് കഴിഞ്ഞിട്ട് കടപ്പുറത്തേക്കും പോവാം കേട്ടോ. കപ്പ് പൊട്ടിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓർഡർ ചെയ്ത സാധനം ഇതുവരെ എത്തിയിട്ടില്ല. ഫാസ്റ്റസ്റ്റ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ 40 രൂപ അധികം കൊടുത്തു. പക്ഷേ ഇതിനിടയിൽ ഒരു സൺഡേ കിടപ്പുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. സൺഡേ വന്നാൽ അതിങ്ങോട്ട് എത്തത്തില്ല, മൺഡേ പ്രതീക്ഷിച്ചാൽ മതി. ഇന്നത്തെ ദിവസം പഴംപൊരി ഉണ്ടാക്കാത്തത് കൊണ്ടാണോ എന്തോ നിലുവും
കുക്കും ആലനും എല്ലാവരും ചോദിച്ചു പഴംപൊരി ഇല്ലേന്ന്. അപ്പോൾ ഞാൻ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ ഒരു ദിവസം ഉണ്ടാക്കാറുന്നപ്പോൾ നിങ്ങൾക്കെല്ലാം പഴംപൊരി ഇത്രയും മിസ് ചെയ്യുന്നുവെന്ന്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. 2 മുട്ട ഓൾറെഡി വായിൽ കുത്തിക്കയറ്റി നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പോൾ കുക്കുവിനും ആലനും ഓരോ എഗ്ഗ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇഷ്ടമാണ് കുഞ്ഞുമുട്ട. പക്ഷേ ഇതാ പ്രശ്നം, നിറയുന്നത് വരെ വായിക്കാത്താക്കും. ഈ ചോക്ക് ചെയ്യും എന്നുള്ളൊരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, വായിലത് ഇറക്കാതെ ഇനി കഴിക്കരുത് എന്നും പറഞ്ഞിട്ട്. ബനാന കഴിക്കാനായിട്ട് തീരെ താല്പര്യമില്ല, എനിക്ക് പഴംപൊരി മതിയെന്ന്. എന്നിട്ട് ഞാൻ പിച്ചി കൊടുത്തു വന്നു കുറച്ചൊക്കെ. നമ്മുടെ ഗേറ്റ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. സൺസെറ്റ് ദേ ഇവിടെ വരെ എത്തി. അവിടെ വേറൊരാളും കൂടി ഇരിപ്പുണ്ട്, കണ്ടോ? നമ്മുടെ പശുവുമ്പ. പാവത്തിനെ കുറച്ച് ദിവസത്തിനുള്ളിൽ അറക്കും കേട്ടോ. അറക്കാൻ കൊണ്ട് കെട്ടിയിട്ടേക്കുന്നതാ. എന്നിട്ട് ഞങ്ങളിതേ കടപ്പുറത്തേക്ക് എത്തി. സൺസെറ്റൊക്കെ ഏകദേശം തീരാറായി. അവിടെ എപ്പോഴും ക്ലൗഡ്സാണ് വരുന്നത്. റെയറായിട്ട് മാത്രമേ കറക്റ്റായിട്ട് കിട്ടാറുള്ളൂ. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ എടുക്കാം കേട്ടോ. അങ്ങനെ കിട്ടുമ്പോൾ ഞാനെന്നല്ല, ഇവിടെ ആരെങ്കിലും എടുക്കും സൺസെറ്റ് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ. അത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞാനൊരു മെസ്സേജ് അങ്ങ് അയക്കും, എടാ ആ വീഡിയോ ക്ലിപ്പിങ് അയക്കുമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമുക്കത് കിട്ടും. ഇപ്പം അത്ര ഭംഗിയിലത് വരാത്തതുകൊണ്ടാണ്. ഭംഗിയുണ്ട്, എന്നാലും ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ആരും അങ്ങനെ മെനക്കെട്ട് നിന്ന് എടുക്കാത്തത് കേട്ടോ. എന്നാലും എന്നെപ്പോലെ കടലും കടപ്പുറവും സൺസെറ്റും ഒക്കെ ഇവിടെ പിള്ളേർക്കൊക്കെ ഭ്രാന്ത് തന്നെയാണ്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യും. ഇത് നമ്മുടെ കുരിശടി. നമ്മുടെ വീട് കഴിഞ്ഞിട്ടായിരുന്നു കുരിശടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ അത് കാണിച്ചു തരാം. ഇങ്ങനെ മഴക്കാറൊക്കെ ഇത് ഏകദേശം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. കുക്കു സാർ ഒരു കുഴി എടുത്തു കേട്ടോ. അതിലേക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിലു കാണുന്നോ എന്ന് നോക്കിയാണ് വെള്ളം എടുക്കാൻ പോകുന്നത്. അവനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ തിരിച്ച് കയറത്തില്ല. വെള്ളത്തിൽ കളിച്ചങ്ങ് മറിയും. എത്ര വിളിച്ചാലും പിന്നെ തിരിച്ച് കയറത്തില്ല. പിന്നെ കരച്ചിലും ബഹളവും ആവും. കൊണ്ടുവരാനായിട്ട് എനിക്കും പാടാവും. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തപ്പോൾ അവന് ഇനിയും വേണമെന്ന്. അതങ്ങ് വറ്റിപ്പോയി കേട്ടോ. ഒരു 2-3 ബക്കറ്റ് വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അത് അവിടെ ഇങ്ങനെ കിണർ പോലെ നിൽക്കും, താഴത്തോട്ട് പോകാതെ. പിന്നീട് വെള്ളം എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഈ ചെറിയ സാധനം വന്നു. ഞാൻ പിന്നെ അവനെ പിടിക്കാനായി ഓടുന്നത് കേട്ടോ. നേരെ അങ്ങ് ഓടി ഇറങ്ങി എന്തോ ചെയ്യും. മേളിലിരിക്കുന്ന ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൂപ്പന്മാരൊക്കെ വേണമെങ്കിൽ വഴക്ക് പറയും. മോളെന്തിനാ ഒറ്റയ്ക്ക് ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട്. പിള്ളേർ അഥവാ കടലിലേക്ക് മറ്റോ പോയാൽ കയറി വീട്ടിൽ കയറുന്നൊക്കെ പറഞ്ഞു കളയും. മാമനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുക്കുവിനെയും വഴക്ക് പറയും, നിലുവിനെയും വഴക്ക് പറയും, എന്നെയും വഴക്ക് പറയും. അതുകൊണ്ട് അവനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിരുത്തി. നമ്മുടെ മഴ ഏകദേശം ഇത്രയായി. ഞങ്ങൾ വീട്ടിലോട്ട് പോയാലോ എന്ന് ചിന്തിച്ച് തുടങ്ങുക. ആ കാണുന്നതാണ് നമ്മുടെ വീട്. ആലനൊക്കെ വൈകുന്നേരം ഇരിക്കുന്ന പോസ്റ്റാത്. ഇപ്പോൾ സീനിയർ സിറ്റിസൺസിൻ്റെ ടൈമാണ്. ഒരു 7:30-8 മണിയാവണം ആലനും ഗ്യാങ്ങിനും അത് കിട്ടാനായിട്ട്. അപ്പോൾ കൂടും കുടുക്കയൊക്കെ എടുത്ത് പോകേണ്ട സമയമായി വരുന്നു കേട്ടോ. മഴ പെയ്താലേ ഞാൻ ഈ സ്റ്റാൻഡും കൂടെ കൊണ്ടാണ് താഴോട്ട് ഇറങ്ങിയേക്കുന്നത്. സ്റ്റാൻഡ്, ബക്കറ്റ്, കുപ്പി, പാട്ട ഇതെല്ലാം പെറുക്കണം. പിന്നെ നിലുവിനെ എടുത്ത് ഒക്കത്തും വെച്ചുകൊണ്ട് വേണം എനിക്ക് ഈ കല്ലിൽ കൂടെ ഒക്കെ തിരിച്ച് കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും തിരിച്ച് കയറാമെന്ന് തീരുമാനിച്ചു. മഴ ഇപ്പം വീഴും എന്നുള്ള സ്റ്റേറ്റാണ്. കുരിശടിയിൽ ലൈറ്റൊക്കെ ഇട്ട്. കുക്കുവിനും ഇവിടെ പലർക്കുമൊക്കെ വീട്ടിൽ കയറാനുള്ള സിമ്പലാണ് കുരിശടിയിൽ ലൈറ്റ് ഇടുന്നത്. കുരിശടിയിൽ ലൈറ്റ് ഇടുമ്പോഴേക്ക് വീട്ടിൽ കയറണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ കുക്കുവിനെ വീട്ടിൽ നിന്ന് വൈകുന്നേരം കളിക്കാൻ വിടുന്നത്. അതവൻ പാലിക്കാറൊന്നുമില്ല. വരും, തിരിച്ച് വീട്ടിൽ വന്ന് കുളിക്കും. പിന്നെ ആലനും ഫ്രണ്ട്സും വെളിയിലിരിക്കുന്ന കാണും. ഞാൻ അലപ്പപ്പെടുത്ത് പോകുന്നു എന്നും പറഞ്ഞ് വീണ്ടും ഇറങ്ങും. പിന്നെ തിരിച്ച് കയറാനായിട്ട് അവരെല്ലാവരും വീട്ടിൽ കയറണം. അങ്ങനെ ഞങ്ങൾ എന്തായാലും തിരിച്ച് കയറി. മഴ വീഴുന്നതിന് മുമ്പ് എത്തി. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. രണ്ടിനെയും കൂടെ കഴുകിയിട്ട് അകത്ത് കയറ്റാമെന്ന് വിചാരിച്ചു. കാലും കൈയും മൊത്തം മണ്ണിൽ കുഴിയെടുത്ത് കുഴിച്ചു മൂടുമല്ലായിരുന്നു അവിടെ ഇരുന്ന്. വെളിയിൽ നിർത്തി കഴുകി അകത്ത് കയറ്റി ഡ്രസ്സൊക്കെ ഇടിയിച്ചു. ഇനി പതുക്കെ ഡിന്നറൊക്കെ ഉണ്ടാക്കണം. നമ്മൾ ചോറൊന്നും വെക്കാറുന്നതുകൊണ്ട് രാത്രി ഇന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. പോർക്ക് വെന്താലും ചപ്പാത്തിയും വീണ്ടും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ നെയ്യ് അധികം ഉള്ളതുകൊണ്ട് നമ്മളത് കഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മടുക്കും. ഇപ്പം തന്നെ ആവശ്യത്തിലധികം ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ട്. അതുമല്ല, നാളെ എനിക്ക് ഇച്ചിരി സ്വസ്ഥമായിട്ട് സ്കൂളിൽ പോകണമെങ്കിൽ കുറച്ച് വിന്താലും ഇവിടെ ബാക്കിയിരിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഡിന്നറ് പാസ്തയാണ് കേട്ടോ. ഞാൻ റെഗുലറായിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ സ്വന്തം റെസിപ്പിയിലെ പാസ്തയല്ല. ഇത് ആൽഫ്രെഡോ പാസ്തയാണ്, ഇറ്റാലിയൻ പാസ്ത. പക്ഷേ അതിൽ ഞാൻ ഫ്രഷ് ക്രീം ഇല്ല നമ്മുടെ കയ്യിൽ. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ ഉണ്ട്. അത് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. പാസ്ത ആദ്യമേ നന്നായിട്ട് വൃത്തിയായി കഴുകി അതിൽ ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിൽ കൂടുതൽ വെള്ളവും വെച്ച് പാസ്തയുടെ മേലെ വെള്ളം നിൽക്കണം. കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കർ ഗ്യാസിലേക്ക് വെച്ചു. അത് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടിച്ചാൽ മതി. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിച്ചാൽ പാസ്ത വേകും. പിന്നെ ചീസ് ഇരുന്നത് പൊട്ടിച്ചെടുത്തു. ഇത് ആദ്യമേ ഗ്രേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ എനിക്ക് ഇനി ആ സാധനം കഴുകുന്നതിനേക്കാളും എളുപ്പം നല്ല സ്ലൈസായിട്ട് അരിഞ്ഞാലും അതിൻ്റെ ആ ഒരു പേർപ്പസ് സേർവ് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അരിഞ്ഞെടുക്കാമെന്ന്. അല്ലെങ്കിൽ മറ്റേതിട്ട് കഴുകാനായിട്ട് എനിക്ക് വയ്യ, നല്ല മടി വരുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് സ്ലൈസ് ചെയ്തെടുത്തു. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ തിന്നായിട്ട് അരിഞ്ഞെടുക്കാമെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ യൂസ് ചെയ്യുന്നതിൽ. ഇത്രയും പരിപാടി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഞാൻ പൊട്ടിച്ചിട്ട പാക്കറ്റ്സൊക്കെ കഴിഞ്ഞ തവണ പിസ്സ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒറിഗാനോ മസാലയും ചില്ലി ഫ്ലേക്സും ഒക്കെയാണ്.
അതൊക്കെ ഒരു കിണ്ണിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തട്ടിയിടാനായിട്ട്. പാസ്ത വിസിലടിച്ച ഉടനെ തന്നെ കുക്കർ എയർ കളഞ്ഞ് തുറക്കണം കേട്ടോ. പിന്നെ അത് ഡ്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ മീതേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു കൂടിപ്പോവും. ഈ ഒറിഗാനോ മസാല നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇറ്റ്സ് ആക്ച്വലി നമ്മുടെ തുളസിയും ഞവരയിലയും കൂടെ ഉണക്കി പൊടിച്ചതാണ്. അത് ഞാൻ പുലിച്ചിറയിൽ താമസിക്കുമ്പോഴത്തേക്ക് ഞാനത് ചെയ്തിട്ടുണ്ട്. ടെറസിൽ തുളസിയും ഞവരയിലയും പിച്ചി അവിടെയൊക്കെ നല്ലപോലെ പിടിക്കും. ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു ഹോപ്പേ വേണ്ട, പിടിക്കത്തില്ല വെച്ചാൽ. അത് ഞാൻ ഇല പിച്ചി ഇതാണ് ഉണക്കി പൊടിച്ച് വെക്കുമായിരുന്നു. അതാണ് നമ്മുടെ ഈ ഒറിഗാനോ മസാല. നിങ്ങളുടെ വീട്ടിൽ ഇത് രണ്ടും അവൈലബിൾ ആണെങ്കിൽ ഉണക്കി പൊടിച്ചൊക്കെ സാൻഡ്വിച്ചിൻ്റെ കൂടെയൊക്കെ ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പാസ്ത ഉണ്ടാക്കാം. ബട്ടർ കരിഞ്ഞ് പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട്, ഉണ്ടായിരുന്നത് ബട്ടർ അത്രയേ ഉള്ളൂ, ഇത്തിരി കൂടെ ആവാം, ആ ഉണ്ടായിരുന്ന സ്ലൈസ് ബട്ടർ ഇട്ട് കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഈ കട്ട കൂടി പോകുന്നതിന് മുമ്പ് ഇതിലേക്ക് പാൽ ആഡ് ചെയ്യണം കേട്ടോ. പാൽ നല്ല രീതിക്ക് ഒഴിച്ചോളൂ, കാരണം ഇത് നന്നായിട്ട് കുറുകി വരും, പെട്ടെന്ന് കുറുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 3/4 കവർ പാലോളം ഉണ്ടായിരുന്നു. നിലൂന് നാളെ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ പൊട്ടിച്ച് വെച്ചിരുന്ന പാക്കറ്റിലെ മസാല എല്ലാം ഇട്ടിട്ട് ക്രഷ്ഡ് പെപ്പർ കുറച്ച്, എനിക്ക് എരിവ് വേണം അതുകൊണ്ട് ഞാൻ പെപ്പർ ചേർക്കും. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കുന്ന പാസ്തയേക്കാളും ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നില്ല. അവർക്കെല്ലാവർക്കും എൻ്റെ റെസിപ്പിയാണ് ഇഷ്ടം, ആലനും കുക്കുവിനും എല്ലാം. പിന്നെ എനിക്കിപ്പോൾ മടിയായതുകൊണ്ട് എല്ലാവരും ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതൊന്ന് തിക്കായി വന്നപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പാസ്ത ആഡ് ചെയ്തു. പിന്നെ ചീസും ആഡ് ചെയ്തു. തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചിക്കി ഇളക്കുമ്പോഴത്തേക്ക് ചീസൊക്കെ മെൽറ്റായി നമ്മുടെ പാസ്ത റെഡിയാവും. ഇത് വളരെ ബ്ലാൻഡ് ടേസ്റ്റുള്ളൊരു സാധനമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഞാൻ ചെയ്യുന്ന പാസ്ത തന്നെയാണ് ഇഷ്ടം. നമുക്ക് ഈ സ്പൈസും എരിവിൻ്റെയൊക്കെ ആൾക്കാരായതുകൊണ്ട് ഇതങ്ങനെ അത്രയ്ക്ക് പിടിക്കണം എന്നില്ല. പിള്ളേർ കഴിച്ചോളും കേട്ടോ. പിന്നെ കുക്കു സാർ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കും. ഞങ്ങളും ലേശം ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കും അവസാനം, കാരണം കഴിച്ചെത്തത്തില്ല. ടേസ്റ്റ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആ കൈൻഡ് ഓഫ് തിങ്. നമുക്കത് പറ്റുമെന്ന് അല്ല, ഞങ്ങൾക്കത് പറ്റത്തില്ല. ഇത് അമ്മ നിലുവിനെ ഉറക്കാനായിട്ട് ഹാമൊക്കെ എടുത്ത് കൊളുത്താൻ പോകുന്നത് അവന് മനസ്സിലായിട്ട് അവൻ ഡോറ് പൂട്ടുന്നതാണ് കേട്ടോ. ഇനി അവനെ എടുത്തുകൊണ്ട് പോകുമെന്ന് അവനറിയാം. ടി വിയിൽ ഞങ്ങൾ ടണൽ എന്ന് പറഞ്ഞിട്ടൊരു ചൈനീസ് മൂവി ആട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് കാണണമെന്ന് വിചാരിച്ചതാണ്. ഇത് ചുമ്മാ ഷോയാണ്, ആരെയൊക്കെയോ വിളിക്കുന്ന പോലെ ഫോണിൽ അഭിനയിക്കുക. വിളിച്ച ആൾ എടുത്തില്ല എന്ന്, അതിൻ്റെ ദേഷ്യത്തിലാണ് ഫോൺ എടുത്ത് എറിഞ്ഞത്. അത് കുക്കു സാറിൻ്റെ ഫോണാണ് കേട്ടോ. എറിഞ്ഞത് സോഫയിലായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. കുക്കു സാറ് വന്ന് പതിവ് പോലെ പാസ്തയിൽ സോസൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.